ഫോക്കസ് ഏരിയ എപ്പിസോഡ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസുകാരുടെ ചാപ്റ്റർ 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമുക്ക് ചോദിക്കുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇത് കഴിഞ്ഞുള്ള ബാക്കി ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ സ്ട്രെയിറ്റ് അവേ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് പോവാണ്. ഓക്കെ, വാട്ട് ഇസ് എ ഡാറ്റ സ്ട്രക്ചർ, ഹൗ ക്യാൻ വി ക്ലാസിഫൈ ഇറ്റ്? ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് ഓർഗനൈസിങ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ തരത്തിലുള്ള ഡാറ്റ ഐറ്റംസ് ആയിരിക്കും, അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. അതിന് നമുക്കൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാനും സാധിക്കും. പിന്നെ ഹൗ ക്യാൻ വി ക്ലാസിഫൈ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡയഗ്രാം കാണാതെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സായിട്ടും കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്മുടെ അറേസും സ്ട്രക്ചേഴ്സും ആണുള്ളത്. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വീണ്ടും ലീനിയറും നോൺ ലീനിയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ആ ലീനിയറിലുള്ള സ്റ്റാക്കും ക്യൂവും ലിങ്ക് ലിസ്റ്റും മാത്രമാണ് നമ്മളിതിൽ പഠിക്കുക ഈ ചാപ്റ്ററിൽ. നോൺ ലീനിയറിലുള്ള ട്രീയും ഗ്രാഫും ഹയർ സ്റ്റഡീസിനായിരിക്കും പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വരക്കാൻ കാണാതെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ ഇത് തന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ മുകളിൽ നമുക്ക് പലതരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ട്രാവേഴ്സിംഗ് ആണ്. ട്രാവേഴ്സിംഗ് എന്നും ട്രാവേഴ്സൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അതിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ അത് ട്രാവേഴ്സലായി. അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റ്സിലേക്കും നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാവേഴ്സലായി. എല്ലാ എലമെൻറ്റും ഒന്ന് നമ്മളൊന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാവേഴ്സലായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പറയുമ്പോൾ ഈച്ച് എലമെൻറ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ജസ്റ്റ് വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത് വന്നിട്ട് സെർച്ചിങ് ആണ്. സെർച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട് സംഭവങ്ങൾ. നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുക. തേർഡ് വൺ വന്നിട്ട് ഇൻസേർട്ടിങ് ആണ്. ഇൻസേർട്ടിങ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അകത്തേക്ക് പുതിയ ഡാറ്റനെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഡാറ്റ സ്ട്രക്ചറിൽ കുറേ പൊസിഷൻസ് ഉണ്ടാവും. ആ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ആഡ് ചെയ്യാവുന്നതിനാണ് നമ്മൾ ഇൻസേർഷൻ എന്ന് പറയുക. നാലാമത് ഡിലീഷനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ അകത്തുള്ള ഡാറ്റകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിലീഷൻ എന്ന് പറയുക. ഫിഫ്ത്ത് വൺ വന്നിട്ട് സോർട്ടിംഗ് ആണ്. എലമെൻറ്റ്സിന് ഒരു സ്പെസിഫൈഡ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുക. അതിന് അസെൻഡിങ് ഓർഡറും ഉണ്ട്, ഡിസെൻഡിങ് ഓർഡറും ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ വന്നിട്ട് മേർജിങ് ആണ്. മേർജിങ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആ 2 ഡാറ്റ സ്ട്രക്ചേഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്ത് ഒരു തേർഡ് ഡാറ്റ സ്ട്രക്ചർ ആക്കുന്നതിനാണ് നമ്മൾ മേർജിങ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് എന്താണെന്ന് നമുക്ക് ഓൺവേർഡ്സിൽ തന്നെ എഴുതാൻ സാധിക്കും. സോ ഇതും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ സ്റ്റാക്ക് വിച്ച് ആർ ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഇറ്റ്? ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അത് ഫോളോ ചെയ്യുന്നത് ലിഫോ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, ഏറ്റവും അവസാനം കയറുന്ന ആളായിരിക്കും ഏറ്റവും ആദ്യം പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർഷനും ഡിലീഷനും ഉണ്ട് അതിൽ. അത് രണ്ടും നടക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ഏറ്റവും മുകളിലാണ് ഇത് രണ്ടും നടക്കുക. അപ്പോൾ സ്റ്റാക്കിൽ ഇൻസേർഷൻ ഡിലീഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിന് 2 പേരുകളുണ്ട്. സ്റ്റാക്കിലുള്ള ഇൻസേർഷൻ നമ്മൾ പുഷ് എന്നും സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പോപ്പ് എന്നും പറയും. ഓക്കെ, വാട്ട് ഇസ് എ ക്യൂ വിച്ച് ആർ ദ 2 ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഇറ്റ്? ക്യൂ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ഫെമിലിയർ ആണ്. നമ്മളെല്ലാവരും പലതരം ക്യൂകളിൽ നിന്നിട്ടുണ്ട്. സിനിമ ടിക്കറ്റ് മേടിക്കാനുള്ള ക്യൂവിൽ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സിബിഷന് പോയാൽ കയറാൻ വേണ്ടി ക്യൂവിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫിഫോയാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഏറ്റവും ആദ്യം ക്യൂവിൽ നിൽക്കുന്ന ആൾക്ക് ഏറ്റവും ആദ്യം പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ക്യൂവിൽ ഈ പറഞ്ഞ പോലെ ഇൻസേർഷനും ഡിലീഷനും ഉണ്ട്. ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യുക ഏറ്റവും റെയർ എൻഡ് അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്നായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. പക്ഷേ ക്യൂയുടെ ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂയുടെ ഫ്രണ്ടിൽ നിന്നായിരിക്കും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ക്യൂവിൽ പെർഫോം ചെയ്യുന്ന 2 ഓപ്പറേഷനാണ് ഇൻസേർഷനും ഡിലീഷനും. Briefly explain about linked list ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത്രയേ ഉള്ളൂ. അതായത് പുതിയ ഡാറ്റ ഐറ്റം നമ്മൾ ആ ലിങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അത് വലുതാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിലുള്ള ഡാറ്റനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ ചെറുതാവും ഓട്ടോമാറ്റിക്കലി. അതാണ് ഡൈനാമിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൈനാമിക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അലൊക്കേഷൻ എക്സിക്യൂഷൻ ടൈമിലാണ് നടക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പുതിയ ഡാറ്റനെ ആഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ മെമ്മറി കൂടുതൽ വേണം, ഓൾറെഡി ഉള്ളതിനെ കളയുമ്പോൾ മെമ്മറി കുറച്ച് മതി. അപ്പോൾ ആ ഒരു മെമ്മറി അലൊക്കേഷൻ ഡൈനാമിക് ആയിട്ടാണ് ലിങ്ക് ലിസ്റ്റിൽ നടക്കുക. ലിങ്ക് ലിസ്റ്റിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുക. നോഡിൽ ഡാറ്റ പാർട്ടും അഡ്രസ് പാർട്ടും ഉണ്ട്. അതിൽ തന്നെ അഡ്രസ്സിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ലിങ്ക്. അപ്പോൾ ഈ പേരുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ നോഡ്, ഡാറ്റ, അഡ്രസ്സ്, ലിങ്ക്, പിന്നെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്നുള്ള കാര്യം, ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ ഈ ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് യൂഷ്വലി കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റാക്കിൽ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കാം. ഒന്നും ഇല്ലാത്ത സ്റ്റാക്കിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം ഒന്നും ഇല്ലാത്തതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറയുക. രണ്ടാമതുള്ള സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. അതായത് സ്റ്റാക്ക് ഓൾറെഡി ഫുള്ളായെന്ന് വിചാരിക്കുക. ഈ ഫുള്ളായ സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും പുതിയൊരു ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ഇമ്പോസിബിൾ സിറ്റുവേഷനാണ്. നമുക്ക് ഓൾറെഡി ഫുള്ളായ സ്ഥലത്തേക്ക് പിന്നെ വേറൊരു സംഭവത്തിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഇമ്പോസിബിൾ സിറ്റുവേഷനെയാണ് നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുക. ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാക്കിൻ്റെ അൽഗോരിതം ആണ്. നോക്കുക, അൽഗോരിതം ടു പെർഫോം പുഷ് ഓപ്പറേഷൻ ഇൻ എ സ്റ്റാക്ക്. പ്രത്യേകം ഓർക്കുക, നമുക്ക് ഈ ചാപ്റ്ററിൽ രണ്ട് അൽഗോരിതംസ് മാത്രം പഠിച്ചാൽ മതി. അതായത് സ്റ്റാക്കിലെ പുഷും സ്റ്റാക്കിലെ പോപ്പും. അത് വളരെ ചെറുതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ആകെ 6 ലൈനേ ഉള്ളൂ. ഈ 6 ലൈൻ നിങ്ങൾ കാണാതെ തന്നെ എഴുതി പഠിക്കുക. ഞാനിതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റാക്കിന് സ്വന്തമായിട്ടൊരു ഡാറ്റ സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാക്ക് എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഒരു അറേ എടുത്തിട്ട് ആ അറേയിലാണ് നമ്മൾ സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് സ്റ്റാക്കിന് നമ്മൾ യൂസ് ചെയ്യണ ഒരു അറേ ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റാക്ക് ഓഫ് TOS എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാക്ക് ഓഫ് TOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതൊരു അറേയാണ്. ഓക്കെ, ഈ TOS എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇഫ് TOS ലെസ് ദാൻ n, അതായത് TOS എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കും നമ്പർ ഓഫ് എലമെൻറ്റും സെയിം ആണെങ്കിൽ പിന്നെ നമുക്ക് ആ സ്റ്റാക്കിലേക്ക് പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഓൾറെഡി ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ എലമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരും. അതായത് ഓൾറെഡി ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാക്കിലേക്ക് നമ്മൾ പുതിയ സംഭവം ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ എൽസ് പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതല്ല എന്ന് വിചാരിക്കുക. അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിനെക്കാട്ടി കുറവാണ് നമ്പർ ഓഫ് എലമെൻറ്റ് എന്നെങ്കിൽ നമ്മുടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് TOS ഈക്വൽ ടു TOS + 1 ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th പൊസിഷനാണ് നമ്മുടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പോൾ നമുക്ക് 5th പൊസിഷൻ വരെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 4th പൊസിഷൻ വരെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ TOS ഈക്വൽ ടു TOS + 1 ആകുമ്പോഴത്തേക്കും 5th പൊസിഷനായി. എന്നിട്ട് ആ 5th പൊസിഷനിലേക്ക് സ്റ്റാക്ക് ഓഫ് TOS ഈക്വൽസ് ടു വാല്യൂ, അതായത് നമ്മൾ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വാല്യൂ സ്റ്റാക്ക് ഓഫ് TOSലേക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് ഇടാൻ പറ്റാത്തൊരു കണ്ടീഷൻ, ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ പ്രിൻറ്റ് സ്റ്റാക്ക് ഓവർഫ്ലോ. ഇത്രയേ ഉള്ളൂ സ്റ്റാക്കിൻ്റെ പുഷ് ഓപ്പറേഷൻ. ഇപ്പോൾ പുഷ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. ഇതും നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് പോപ്പ് ഓപ്പറേഷനുള്ള അൽഗോരിതവും, ഇതും രണ്ടും കാണാതെ പഠിക്കുക, എഴുതി കാണാതെ പഠിക്കുക. എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യുന്നുണ്ട്, ബട്ട് നിങ്ങളിത് കാണാതെ എഴുതി പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ if TOS greater than -1. അപ്പോൾ ശരിക്കും TOSൻ്റെ വാല്യൂ ആദ്യം തുടങ്ങുക. നമ്മളിത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. TOSൻ്റെ വാല്യൂ അറിയാവുമ്പോഴത്തേക്ക് ആദ്യം തുടങ്ങുന്നത് 0 എന്നാണ്. TOS 0, 1, 2, 3 അങ്ങനെ പോകും. അപ്പോൾ if TOS greater than -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അതേ TOS greater than -1 അല്ല, TOSൻ്റെ വാല്യൂ -1 തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാക്കിൽ ഒന്നുമില്ല. സ്റ്റാക്ക് അപ്പോൾ ഓൾറെഡി നേരെ എൽസ് പാർട്ടിലേക്ക് പോകും. ഒന്നുമില്ലാത്ത സ്റ്റാക്കിൽ നിന്ന് നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ TOS greater than -1, അതായത് ഓൾറെഡി അതിൽ സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ, VAL is equal to stack of TOS.
അതായത് വി എൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഓൾറെഡി സ്റ്റാക്കിൻ്റെ ഏറ്റവും മുകളിലത്തുള്ള വാല്യൂ എടുത്ത് വി എയിലേക്ക് എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് ടി ഒ എസ് ഈക്വൽ ടു ടി ഒ എസ് മൈനസ് 1. അതായത് നമ്മൾ ഒരു വാല്യൂവിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആദ്യം 5 ആണെങ്കിൽ ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് 4 ആവണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൽസ് പാർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റാക്കിൽ ഓൾറെഡി ഒന്നും ഇല്ലെങ്കിൽ ഇല്ലാത്ത സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു കണ്ടീഷനാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അൽഗോരിതം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്കുകളെല്ലാം സൂപ്പറായിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ സി യു ഇൻ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.